ഇതാണ് നമ്മുടെ വാട്ടുപുര. വേറെ നല്ല ബിസിനസ്സുകളുള്ളപ്പോൾ അച്ഛൻ ഇതിനെ കയറുതിരി നടത്തുന്നത്? മോനെ, ഇന്ന് നമുക്കുള്ള വമ്പിച്ച സ്വത്തിന്റെ അസ്ഥിവാരം ഈ തൊണ്ടും കയറുമാണ്. എന്നാലും ഒന്ന് പരിഷ്കരിച്ചുകൂടെ?
ഇടയ്ക്ക് നിന്നതുകൊണ്ട് കയറ് പൊട്ടിപ്പോയത്. അതാണ് നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലം. അവിടെ എന്റെ പുതിയ മെഷീൻ ഇട്ടിട്ടുണ്ട്. 57 പേര്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. യാത്രാക്ഷീണമായിരിക്കും. വാ. വാസു, വൈകുന്നേരം വീട് വരെന്ന് വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി മലയാളി. ഇതാണ് എന്റെ മകൻ രമേശ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അമ്മേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വാസുവിനോട് വരാൻ പറഞ്ഞത്. എന്താ കാര്യം മുതലാളി? വാസു ഒറ്റയ്ക്കല്ലേ? നീ ആ സുമതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവൾക്കൊരു സഹായമായിരിക്കും. വാസു എന്താ ഒന്നും മിണ്ടാത്തത്? പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട. എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അത് ഞാൻ ആലോചിച്ച് പറയാം മുതലാളി. രമേശ് പൊയ്ക്കോളൂ. ബിന്ദു രമേശിന്റെ കുഞ്ഞു തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ കാണണ്ട. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ സ്മൃതി. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്നോട് അല്പമെങ്കിലും സഹതാപം കാണിച്ചുകൂടെ? രമേശ് സഹതാപം അർഹിക്കുന്നില്ല. അന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് മധുരമായിരുന്നു. ചെയ്തതോ നിങ്ങൾക്ക് പിശാചിന്റെ മനസ്സാണ്. സുമതിയുടെ വാക്കുകൾ കുത്തിക്കയറുന്ന എന്റെ ഹൃദയത്തെയാണ്. രമേശിന് ഹൃദയമുണ്ടോ? സുമതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തെറ്റെന്റേതാണല്ലോ. പക്ഷെ ഇനിയെങ്കിലും സുമതിയും കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണണമെന്ന് 7 കൊല്ലം വരെ തോന്നിയില്ലല്ലോ. സുമതി പ്ലീസ്. കോളേജിൽ പഠിച്ച് ഞാനിന്ന് ജീവിക്കാൻ കയറി വിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ബിന്ദുവിനെ നോക്കി ഞാൻ പൊട്ടിക്കരയാറുണ്ട്. രമേശിനറിയാമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഉപദ്രവിക്കാതെ പോകൂ, ദയവ് ചെയ്ത് പോകൂ. മുതലാളി എന്തിനാ വിളിപ്പിച്ചത്? ഒരു കല്യാണക്കാര്യം പറയാം. ആരുടെ? നിന്റെ. എന്റെയോ? അതെ. ആരുമായിട്ട്? അത് പറയാറായിട്ടില്ല. എന്തോ മുളി വന്നേ? എന്തിനാ? ആ, ഒരു കാര്യം പറയാനാ. ഇപ്പൊ പറയണ്ട. അയ്യോ എന്റെ പൊന്നാസാന് ആ കാര്യം അങ്ങ് വീട്ട്. ആ വാസു മഹാപെശക. പേടിയാവുന്നു. പേടിയാ എനിക്കാ? അത് കൊള്ളാം. ദൈവം നമ്പറാ. എനിക്ക് 2 കാലം അതിന് നല്ല ആരോഗ്യമുണ്ട്. എന്തിനാണ്? ഓടാൻ അസലായിട്ട് ഓടും. ധർമ്മ, നീ കണ്ടോ? അവന്റെ കുടല് ഞാൻ എടുക്കും. ആശാന് കുടൽമാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം വല്ല ആടിയും കുടൽമാല. ഇന്ന മോളെ ചോക്ലേറ്റ്. എനിക്ക് വേണ്ട. എന്താ? വാസുവാൾ തന്നാലേ ഞാൻ വാങ്ങിക്കൂ. അപ്പോ ഞാൻ തന്നെ വാങ്ങിക്കില്ലല്ലേ?
മോൾ സ്കൂളിലേക്കല്ലേ? ഞാൻ കാറിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. എന്നാലും എന്നോട് ഇത്ര ക്രൂരത കാണിക്കരുത് സുമതി. ഞാൻ കൊടുത്ത ചോക്ലേറ്റ് പോലും ബിന്ദു വാങ്ങിയില്ല. അവള് ചോക്ലേറ്റ് നിന്നല്ല വളർന്നത്, കഞ്ഞി കുടിച്ചാണ്. ചോക്ലേറ്റ് നിങ്ങളെപ്പോലെ പണക്കാർക്കുള്ളതാണ്. അപ്പോ വാസു പാവപ്പെട്ടാനായിരിക്കും. അതെ, ആരാണ് അയാൾ? അറിയില്ല, പക്ഷേ ഇവിടെയാണ് താമസം. സുമതിയുമായുള്ള ബന്ധം പറയാറായിട്ടില്ല. വേണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. എന്നോട് പിണക്കമാണ്. പിണങ്ങാനും ഞാനാരാ? വാസേട്ടാ, ജോലി ഇല്ലെങ്കിൽ വൈകുന്നേരം മേസ്ത്രി വഴക്ക് പറയും. നീ വന്നാൽ ഉടനെ വിവാഹം നടത്താമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നിന്റെ മൗനം എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി തുളസി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ല. എന്ത് പറഞ്ഞിരുന്നില്ലെന്നോ? എന്ന് വെച്ചാൽ രമേശ്, നിനക്ക് വേണ്ടി ചെയ്യാവുന്നിടത്തോളം ത്യാഗം ചെയ്തവനാണ് ഞാൻ. അച്ഛൻ പറഞ്ഞ സത്യമാണ്. അച്ഛൻ്റെ എല്ലാമാണ്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നീയാണ്. അച്ഛനെ വേദനിപ്പിക്കരുത്. നീ വേദനിക്കാതിരിക്കാനാണ് മോനെ ഈ അച്ഛൻ ജീവിക്കുന്നത് തന്നെ. എനിക്കൊന്നേ അറിയണ്ടു, നീ തുളസി വിവാഹം കഴിക്കുമോ ഇല്ലയോ?